ഖാലിദ് ജമീലിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ ഫുട്ബോളിൽ ഒരുപാട് നാളായിട്ട് ഉണ്ട്. ഒരു സ്ഥിരത നമുക്ക് ഒരു കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അതിനകത്ത് പ്രധാന കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് FSTയിൽ കൊണ്ടുവന്നതായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരുപാട് നല്ല താരങ്ങൾ വരുമ്പോൾ IPL എങ്ങനെയാണ് താരങ്ങൾ എമർജ് ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു മിനി വേർഷൻ എന്നുള്ള നിലയ്ക്കായിരുന്നു വന്നത്. അത് വന്ന സമയത്ത് പോലും ഐ ലീഗായിരുന്നു 1-ാം ഡിവിഷന്, പിന്നീട് ഐ ലീഗ് 2-ാം ഡിവിഷനായി, ISL 1-ാം ഡിവിഷനായി. 2014 ISL വരുമ്പോൾ തൊട്ടടുത്ത വർഷം 2015 ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിങ്ങിലാണ് 175. അതിൽ അത്രയ്ക്കും താഴേക്ക് ഇന്ത്യ ഒരു കാലത്തും പോയിട്ടില്ല. പിന്നീട് ഒരു 3-4 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ളൊരു മാറ്റമുണ്ടായി. 100-ൽ താഴെ എത്തി, 98 റാങ്കിലെത്തി. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു അതിന് കുറച്ചുകൂടി നല്ല രീതിയിൽ ടീം സെറ്റാവുന്നു വരുന്നു. ഇന്ത്യ 98-ലുണ്ടായിരുന്ന സമയത്ത് 95-ലും 96-ലും ഉണ്ടായിരുന്ന ജോർദാനും ഉസ്ബെക്കിസ്ഥാനും നമ്മളെ തൊട്ടടുത്ത് ഇറങ്ങി 2-3 വ്യത്യാസം ആയിരുന്ന ടീമുകൾ അവർ ലോകകപ്പിന് യോഗ്യത നേടി. അവർക്ക് കൃത്യമായൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കൊപ്പം നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ എവിടെത്തി? ഇന്ത്യ വീണ്ടും താഴേക്കിന് പോയി 130-130കളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു വിഷനില്ല. ഇന്ത്യയുടെ ഭരണഘടന, ഫുട്ബോൾ ടീമിൻ്റെ AFFൻ്റെ ഒരു ഭരണഘടന ഇല്ലാത്തതുകൊണ്ട് കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. ഒരു തവണ 3-ാം കക്ഷി ഇടപെടലിനെ തുടർന്ന് ഫിഫ ഇന്ത്യയെ ബാൻ ചെയ്തു. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും പിന്നീട് അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു, ബാൻ ചെയ്തു. അത്തരത്തിലുള്ള മോശം അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത്.